വാർത്തകളിലേക്ക്. ലൈംഗിക പീഡനാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് തടിയൂരി കോൺഗ്രസ്. ഇതോടെ രാഹുലിനെ MLA സ്ഥാനത്ത് തുടരാം. പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുമെന്നതിനാൽ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് വിവരം. BJP ഭയന്നാണ് സസ്പെൻഷൻ നാടകമെന്നും വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ഒരു സസ്പെൻഷൻ ഒരുപക്ഷെ അതൊരു രാജിയിൽ തന്നെ വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് BJP ഏറ്റവും ഒടുവിൽ നിലപാടെടുത്തിട്ടുള്ളത്. എന്തുതന്നെയായാലും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിവെക്കണം എന്നുള്ളൊരു കാര്യവും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തുടരും എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ ഈ ഒരു ഭിന്നത അത് കൂടുതൽ മറനീക്കി പുറത്തു വരുമ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതാണ് അടുത്ത ചോദ്യം. കോൺഗ്രസ്സാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് പിന്നീട് അവർക്ക് കാര്യമായിട്ടുള്ള അങ്ങനെ വലിയ നഷ്ടങ്ങളൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത്. കാരണം ഒട്ടനവധി പേർ ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ടു. അവർ പിന്നീട് ചില വീഴ്ചകളൊക്കെ ഉണ്ടായെങ്കിലും അവർ പല തലങ്ങളിൽ പല രാഷ്ട്രീയത്തിൻ്റെ പല മേഖലകളിൽ വളർന്നു കയറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പൊതു രീതിയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് എത്രത്തോളം ആശ്വാസകരമാണെന്ന ചോദ്യം അത് മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരിക്കും ഭാവി എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഇന്ന് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ KPCC അധ്യക്ഷൻ ഔദ്യോഗികമായി തന്നെ ആ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. KPCC അധ്യക്ഷൻ ഈ നിലപാട് പ്രഖ്യാപിക്കുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ സ്വന്തം പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ നിന്നടക്കം വിട്ടുനിൽക്കുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതിനൊക്കെയുള്ളൊരു ഉത്തരം വന്നതിന് ശേഷമേ രാഹുലിൻ്റെ വഴി എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ. എന്തായാലും ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ഉടനെങ്ങും മത്സരാർത്ഥിത്വം അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആവാൻ സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് നിന്ന് രാഹുൽ രാജിവെച്ചില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുലിന് വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് എന്തായാലും അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ്. അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജി വന്നാലും സസ്പെൻഷൻ ആണെങ്കിലും ശരി, രാഹുലിന് ഇനിയൊരു അവസരം പാലക്കാട് നൽകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയധികം ആരോപണങ്ങൾ കേട്ടിട്ട് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് ഇത്രയധികം തെളിവുകൾ വന്നിട്ട് രാഹുലിന് ഇനിയൊരു വിജയസാധ്യത ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നതും. വരുന്ന ആളുകളിൽ എങ്ങനെയാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ കോൺഗ്രസിൻ്റെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും രാഹുലിനെതിരെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു സസ്പെൻഷനാണ്. ഈ സസ്പെൻഷനിൽ രാഹുൽ വിശദീകരണം നൽകേണ്ടി വരും. വിശദീകരണത്തിന് ശേഷം പാർട്ടി പൂർണ്ണമായും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോ കുറച്ച് നാളത്തെ സസ്പെൻഷൻ ശേഷം വീണ്ടും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് രാഹുൽ തിരിച്ചു വരുമോ എന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പ്രസക്തമാകുന്നത് ലൈംഗികാരോപണങ്ങൾ കേട്ട ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്നതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു നേതാവിനെ ഒരു ജനപ്രതിനിധിയായി തുടരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയത് എന്നുള്ളതാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ഒട്ടും മാതൃകാപരമല്ലാത്തൊരു നിലപാടാണത് എന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. BJP അടക്കമുള്ള സംഘടനകൾ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ജനപ്രതിനിധിയായി വന്നാൽ ആ രീതിയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നിർദ്ദേശം നൽകേണ്ടത് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതൊരു സ്വാഭാവിക മര്യാദയാണ് അല്ലെങ്കിൽ ധാർമ്മികതയാണ് എന്നുള്ളതാണ് പല കോണിൽ നിന്ന് വരുന്ന ചർച്ചകൾ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഒഴിവാക്കാനാകില്ല എന്നുള്ള നിലപാടുകൾ തന്നെ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. കോൺഗ്രസിനകത്ത് നിന്നുള്ള നിരവധി വനിതാ നേതാക്കളടക്കം ആ നിലപാടുകൾ ആവർത്തിച്ച് പറയുകയും ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോഴും പക്ഷേ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആയി തുടരാൻ, പേരിനെങ്കിലും MLA ആയി തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. വിഷ്ണു. യെസ്, പ്രജിത്ത് തുടരുക. ഇപ്പോൾ പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേർന്നുണ്ട്. അരുൺ, എന്തായാലും രാഹുലിന് ഇപ്പോൾ നിലവിലൊരു സസ്പെൻഷൻ മാത്രമാണുള്ളത്. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായത്. BJP അടക്കം ഇപ്പോഴും ആവർത്തിക്കുന്നത് തന്നെയാണ്. എന്തായാലും രാഹുൽ രാജിവെച്ചേ മതിയാകൂ. ഒരിക്കൽ പോലും ഈ ഒരു നിലയ്ക്ക് ഈ ഒരു സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല രാഹുൽ എന്നുള്ള കാര്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പക്ഷേ ഇനി അറിയേണ്ടത് രാഹുലിൻ്റെ അടുത്ത നീക്കങ്ങൾ സംബന്ധിച്ച് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലുണ്ട്, അവരുടെ സമ്മർദ്ദമുണ്ട്. ഒപ്പം തന്നെ രാഹുൽ രാജിവെക്കണമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഭിന്നത എന്തു തന്നെയായാലും പാർട്ടിക്കുള്ളിലുണ്ട്. എന്താണ് നിലവിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ജില്ലയിലെ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ?
വിഷ്ണു, ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഈ ഘട്ടത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാതിരിക്കുകയാണ്. അതായത് രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഈ നേതൃത്വത്തിൽ ഒരു ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാറും അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവരടക്കം പറഞ്ഞത് ഇത് കൃത്യമായിട്ട് തന്നെ കോൺഗ്രസ് ഈ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരിക്കൽ പാലക്കാട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ ഇവിടെ രാജിവെപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാടിനെ തള്ളിവിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിച്ചത്. ഇപ്പോൾ കോൺഗ്രസിനും വേണ്ട, യൂത്ത് കോൺഗ്രസിനും വേണ്ട, എന്നാൽ ആ മാലിന്യത്തെ കൊണ്ടുപോയി പാലക്കാട് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നുള്ള വളരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ് BJP പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഈ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് മറ്റ് MLA സ്ഥാനം രാജിവെപ്പിക്കാതിരിക്കുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഒന്ന് ഈ രാഹുൽ പേടിയാണ്. അതായത് ഈ രാഹുൽ എങ്ങനെയെങ്കിലും MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രാജിവെപ്പിക്കുകയാണെങ്കിൽ രാഹുൽ കോൺഗ്രസിനകത്തെ പല നേതാക്കളുടെയും പല വിവരങ്ങളും ചാറ്റുകളും ഒക്കെ പുറത്തു വിടുമെന്നുള്ള ഭീഷണി രാഹുൽ മുഴക്കിയിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അതുകൊണ്ട് തന്നെ രാഹുൽ പേടിയാണ് ഇതിന് ഒരു കാരണം എന്നുള്ളതാണ് BJP നോക്കിക്കാണുന്നത്. മറ്റൊന്ന് ഉപതെരഞ്ഞെടുപ്പ് പേടിയാണെന്നുള്ളതാണ്. കാരണം രാഹുൽ രാജിവെച്ചാൽ MLA സ്ഥാനം രാജിവെച്ചാൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ ഈ പൊതുജനങ്ങളെ എങ്ങനെ കോൺഗ്രസ്സുകാർ അഭിമുഖീകരിക്കും എന്നുള്ളത് അവർക്ക് തന്നെ വലിയ ചോദ്യചിഹ്നമാണ്. ഷാഫി പറമ്പിലിനുൾപ്പെടെ ഈ പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീകളെയും മറ്റ് വോട്ടർമാരെയും ഒന്നും നേരിൽ കാണാൻ കഴിയാത്ത തരത്തിലാണ് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ് നന്നേ പാടുപെടേണ്ടി വരുന്നു എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ പേടി, ഉപതെരഞ്ഞെടുപ്പ് പേടി, ഈ രണ്ട് പേടികൾ കൊണ്ടാണ് ഇപ്പോൾ രാഹുലിന് സസ്പെൻഷൻ മാത്രം നൽകി മറ്റ് നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. അതേസമയം തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടിയത് ഇത് അവസരമായിട്ട് അവരും വിനിയോഗിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതായത് പാർട്ടി എല്ലാ നടപടിയും സ്വീകരിച്ചല്ലോ, മറ്റു നടപടികളൊന്നും ഇനി സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, അത് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും ചെയ്യുന്നു. ഈ രണ്ട് നടപടികൾ സ്വീകരിച്ചല്ലോ എന്ന് പറയുന്നതിന് വേണ്ടി അവർ അത് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി ഇടപെടുകയാണ് ഇപ്പോൾ.